ഒരു റീത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അവസാനം കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ ഈ റീത്ത് വെക്കുന്നത്. ഇത് അങ്ങേയറ്റം സംസ്കാര ശൂന്യമായിട്ടുള്ള ഒരു സമരമായിപ്പോയി, നടപടിയായിപ്പോയി. അപ്പോൾ സ്ത്രീത്വത്തിനെതിരെയുള്ള അധിക്ഷേപമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അവഹേളനമാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം. ഇവരെ തിരുത്തണം, അവര് മാപ്പ് പറയണം. ഇത്രയൊക്കെ വേണോ എൻ്റെ അമ്മച്ചി? ഇനി മന്ത്രി ശിവൻകുട്ടിക്ക് എന്തോ പറയാനുണ്ട്, അതെന്താന്ന് നമുക്ക് കേൾക്കാം. സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതിനെല്ലാം ഒരു പരിധിയുണ്ട്. ഇത് കാടത്ത രീതിയിലുള്ള എന്നിട്ട് ആ പരിമിതിയും ആ ഒരു രീതിയും ഒന്നും അങ്ങ് നിയമസഭയിൽ എന്തൊക്കെയോ അന്ന് കാണിച്ചു കൂട്ടി ഇപ്പൊ കണ്ടില്ലായിരുന്നല്ലോ ശിവൻകുട്ടിയേട്ടാ. പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മന്ത്രി എന്നതിലപ്പുറമായി ഞാൻ ഒരു കാര്യം വ്യക്തമാക്കുന്നു. യൂത്ത് കോൺഗ്രസ്സുകാർ അങ്ങനെയൊന്നും ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമരമാർഗം സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഒറ്റപ്പെടുത്തി വിരട്ടാനൊന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വിരട്ടിലൊന്നും പുറകോട്ട് പോകുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മന്ത്രിമാരും. അങ്ങനെയൊന്നും വിരട്ടി ഞങ്ങളെ പേടിപ്പിച്ച് പുറകോട്ട് പിന്തിരിപ്പിക്കാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെയൊന്നും വിരളുന്നവരല്ല ഞങ്ങൾ CPM-ന്റെ മന്ത്രിമാരിട്ടോ. ഇനി നമ്മുടെ വീണേച്ചിക്ക് എന്തോ പറയാനുണ്ട്, പറ വീണേച്ചി. ഒരു ആരോഗ്യമന്ത്രി അല്ല സർജറി നടത്തുന്നത്, ഒരു ആരോഗ്യമന്ത്രി അല്ല ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ കേട്ടല്ലോ. ഇനി മേലാൽ മന്ത്രി വീണ ജോർജിനെ കുറ്റം പറയരുത്. കാരണം ഒരു ആരോഗ്യമന്ത്രി അല്ല സർജറി നടത്തുന്നത്, ഒരു ആരോഗ്യമന്ത്രി അല്ല ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും പഠിപ്പിക്കുന്നത്. മേലാൽ ഇത്തരം ചെറ്റത്തരം നിങ്ങൾ ചെയ്യാൻ പാടില്ല. ബാക്കി പറ വീണേച്ചി. ഇനി ഇത് എന്ന് നടന്ന അതാണ് ഈ പറയുന്ന ചികിത്സാ പിഴവ് എന്നുണ്ടായ, അതാണ് മെയിൻ പോയിന്റ്. അപ്പം വീണേച്ചി മെയിൻ പോയിന്റിലേക്കാണ് വരുന്നത്. ഇത് എന്നുണ്ടായതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് പണ്ടെങ്ങാണ്ട് ഉണ്ടായതാണ്. ഏത് വർഷം? അതാണ് നമുക്ക് കേൾക്കേണ്ടത്. പോയിന്റാണ്, നോട്ട് ദ പോയിന്റ്. ഇതാണ് എത്രയോ നാളുകൾക്ക് മുൻപുണ്ടായതാണ്. അതായത് വാസ്തവത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്. അന്ന് ഒരു പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തിട്ടില്ല. അതുപോലെ തന്നെയാണ് മറ്റൊരു കേസിലും. അതായത് അത് UDF-ന്റെ കാലത്താണോ, 2014-ലാണോ, ആണോ അത് 17-ലാണോ എന്നതായിരുന്നു. ആണോ 14-ലാണോ 17-ലാണോ? ആകെ ടോട്ടലി കൺഫ്യൂഷൻ ആയല്ലോ. ഏത് കാലഘട്ടത്തിലായിരിക്കും ഇത് നടന്നിട്ടുണ്ടാവുക? 14-ലെങ്ങാനാണെങ്കിൽ നിങ്ങളുടെ തലയിൽ തന്നെ. ആശങ്ക. അപ്പോൾ ഇത് പുറത്തെടുത്ത് ഈ ചികിത്സാ പിഴവ് പരിഹരിക്കുന്നതല്ല ആരോഗ്യമന്ത്രിയുടെയും ഡോക്ടർമാരുടെയും ആശങ്ക. ഇത് 2014-ലാണോ 2017-ലാണോ അതാണ് ആശങ്ക. അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതാണ് പോയിന്റ്, നോട്ട് ദ പോയിന്റ്. ഇത് കേരളം കേൾക്കട്ടെ. ഇത് കേരളം കേട്ടൂലോ. കേട്ടതുകൊണ്ടാണല്ലോ വീണേച്ചിക്ക് ഇതുപോലെ വീണേച്ചി ആകെ ടെൻഷൻ അടിച്ചിട്ട് വാക്കുകൾ ഇടറി മുഖമൊക്കെ വല്ലാണ്ടായി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. കാരണം കേരളം കേട്ടുപോയില്ലേ. ഇനി ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഒളിച്ചു വയ്ക്കാൻ പറ്റുമോ? ഇല്ലില്ല. കേൾക്കണം എന്നുള്ളതാണ്. ഇത് VD സതീശന്റെ നേതൃത്വത്തിൽ നടന്ന അതിക്രമമാണ്. VD സതീശന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ആക്രമണമാണ്. അതായത് എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക എനിക്ക് ചിരിക്കാൻ വയ്യ എൻ്റെ വീണേച്ചി. എന്തതിക്രമം VD സതീശൻ നടത്തിയെന്നാണ് പറയുന്നത്. അന്ന് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവ് കൂടി അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു 2014 പ്രതിപക്ഷ നേതാവ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എപ്പിട്ടിയാണ് ഈ കത്രിക ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വരും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ VD സതീശൻ്റെ നേതൃത്വത്തിൽ ഈ ചികിത്സാ പിഴവ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അങ്ങോട്ട് എത്ര ചിന്തിച്ചിട്ടും കിട്ടുന്നില്ല. പോയിന്റ് അങ്ങോട്ട് വ്യക്തമാവുന്നില്ല എൻ്റെ വീണേച്ചി. നിങ്ങൾ ഒന്നും കൂടി വ്യക്തമാക്കി പറയാമോ? എനിക്കിനി ചിരിക്കാൻ വയ്യ എൻ്റെ വീണേച്ചി. എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദയനീയമായ പരാജയം കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള ബോധ്യം അത് അവരോട് ആദ്യം പറഞ്ഞത് കനകോലുവാണ്. കനകോലു പറഞ്ഞിരിക്കുന്നു സർക്കാരിനെതിരെയുള്ള ഒരു വികാരമില്ല, ഒരു സർക്കാർ വിരുദ്ധ വികാരമില്ല എന്ന് അവരുടെ തന്നെ ഉപദേഷ്ടാവ് അവരോട് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഏത് വിധേനയും നീചമായ മാർഗങ്ങളിലൂടെ അതിക്രമം നടത്തി എങ്ങനെയും മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള
പക്ഷേ ഈ നീചമായ മാർഗത്തിലൂടെ ഇങ്ങനെ അതിക്രമം നടത്തി എങ്ങനെയും മുന്നോട്ട് പോകാൻ എങ്ങനെ ഈ ചികിത്സാപ്പിഴവ് ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ വന്നു? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. VD സതീശൻ ഡോക്ടറാണോടെ? ഇത് വർഷങ്ങൾക്ക് മുമ്പ് വെച്ച് ഇതിൽ കഴിച്ച് തുന്നിക്കെട്ടാനായിട്ട് VD സതീശൻ കണിയാൻ്റെ പണി വല്ലതും ചെയ്യുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ ഭഗവതി, എന്തൊക്കെയാണോ വീണേച്ചി പറയുന്നത്. കോൺഗ്രസിന്റെ ഹീനമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ പറയട്ടെ, അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന വീടും എനിക്കുമെതിരെ നടന്ന ഒരു ആക്രമണം അത് എന്തിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ? അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണെന്നാണ് വീണേച്ചി ചോദിക്കുന്നത്. എന്ത് ആക്രമണമാണ് നിങ്ങളവിടെ നടത്തിയത് യൂത്ത് കോൺഗ്രസ്സുകാരെ? പണ്ട് നമ്മുടെ ശിവൻകുട്ടിയേട്ടനും മറ്റും നിയമസഭയിൽ ഒരു കയ്യാങ്കളി നടത്തിയ കാര്യം വീണേച്ചി ഓർക്കുന്നുണ്ടോ ആവോ? അതുപോലെ വല്ല ആക്രമണവും യൂത്ത് കോൺഗ്രസ് അവിടെ അയച്ചു വിട്ടു. മാന്യമായിട്ട് കൊണ്ടുവന്ന് ഒരു റീത്ത് വെച്ചു, അത്രയല്ലേ ഉള്ളൂ. അത് സ്വാഭാവികമായിട്ടും വെക്കേണ്ടതല്ലേ വീണേച്ചി പറ? ഇതിൽ കൂടുതൽ എങ്ങനെ സമാധാനപരമായിട്ട് അവർ ഈ പ്രശ്നം കൈകാര്യം ചെയ്യും? നിങ്ങൾ പറ വീണേച്ചി, എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. പിന്നെ VD സതീശൻ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല കേട്ടോ. എന്നെ നിങ്ങളിനി ചിരിപ്പിക്കരുത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും വീണേച്ചിയുടെ ശബ്ദം ഇടറുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ട്, മുഖം വല്ലാത്ത രീതിയിലേക്ക് ആകുന്നുണ്ട്. എന്തായാലും ജനം കേട്ടുപോയില്ലേ, പിടിച്ചു നിൽക്കാണ്ട് പറ്റില്ലല്ലോ അല്ലേ? എന്തായാലും ഇങ്ങനെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി വർഷം നോക്കി പോകാതെ ഈ ചികിത്സാപ്പിഴവിനൊരു പ്രതിവിധി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആദ്യം വർഷത്തിൻ്റെ കണക്കെടുക്കാൻ പോകേണ്ട സമയമല്ല ഇത്. നിങ്ങൾക്ക് എന്ത് ചികിത്സാപ്പിഴവാണോ നിങ്ങളുടെ കാലത്താണ് ഇത് പൊങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്ത് പിഴവാണോ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. അപ്പോൾ വർഷങ്ങൾ നോക്കി നടക്കാണ്ട് പെട്ടെന്ന് ഈ ചികിത്സാപ്പിഴവിനൊരു അടിയന്തര പരിഹാരം നടത്താൻ നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്.